നമസ്കാരം. ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളും അതിനോടൊപ്പം തന്നെ അണികളുമൊക്കെ ചേർന്ന് നടത്തുന്ന നുണ പ്രചാരണത്തെ തുടർന്ന് തനിക്കെതിരെ നിരന്തരം വധഭീഷണിയും ബലാത്സംഗ ഭീഷണിയും ഒക്കെ ഉണ്ടാകുന്നതായി ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സ്വാതി മലിവാൾ MP. അതിനോടൊപ്പം തന്നെ സ്വാതി മലിവാൾ ഇത്തവണ മറ്റൊരു കുരുക്ക് കൂടി ഇട്ടിട്ടുണ്ട്. രാഷ്ട്രീയക്കാരനല്ല, പ്രസിദ്ധനായ യൂട്യൂബർക്കാണ്. വിഭവ് കുമാർ കേസിൽ യൂട്യൂബർ ധ്രുവ് റാട്ടി ഏകപക്ഷീയമായി വീഡിയോ പോസ്റ്റ് ചെയ്തതോടുകൂടി തനിക്ക് നേരെയുള്ള ഭീഷണി ഇരട്ടിയായി എന്നാണ് സ്വാതി ആരോപിച്ചിരിക്കുന്നത്. മോദി വിരുദ്ധൻ എന്ന് പേര് കേട്ട പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ മിശിഹായായ ധ്രുവ് റാട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണം തന്നെയാണ് സ്വാതി മലിവാൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്റെ പാർട്ടിയായ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളും അണികളും ചേർന്ന് നടത്തുന്ന വ്യക്തിഹത്യാ ക്യാമ്പയിനുകളെ തുടർന്ന് എനിക്ക് നിരന്തരം ബലാത്സംഗ വധഭീഷണികൾ ലഭിക്കുന്നുണ്ട്. യൂട്യൂബറായ ധ്രുവ് റാട്ടി എനിക്കെതിരെ ഏകപക്ഷീയമായ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതോടുകൂടി ഭീഷണികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുമുണ്ട്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തെ പോലെ ഒരാൾ ആം ആദ്മി പാർട്ടിയുടെ വക്താവിനെ പോലെ പ്രവർത്തിക്കുന്നതും എനിക്കെതിരെ അധിക്ഷേപം ചൊരിയുന്നതുമൊക്കെ നാണക്കേടാണ്. തീവ്രമായ അധിക്ഷേപങ്ങളാണ് ഇപ്പോൾ ധ്രുവ് റാട്ടിയുടെ വീഡിയോ കാരണം താൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് സ്വാതി മലിവാൾ അവരുടെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. എന്തായാലും ധ്രുവ് റാട്ടിയുടെ വീഡിയോ കണ്ടതിനെ തുടർന്ന് തന്റെ ഭാഗം വിശദീകരിക്കാൻ അദ്ദേഹത്തെ വിളിച്ചുവെങ്കിൽ പോലും അദ്ദേഹം കോളുകൾക്കും മെസ്സേജുകൾക്കും ഒന്നും മറുപടി നൽകിയില്ല എന്നുകൂടി സ്വാതി പറയുന്നുണ്ട്. പലപ്പോഴും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട മണിപ്പൂരിൽ പോലും ആക്രമണ സമയത്ത് തനിച്ചു പോയ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് തന്നെ BJPക്ക് വിലക്കെടുക്കാനായത് തുടങ്ങിയ കാര്യങ്ങൾ ധ്രുവ് റാട്ടിയുടെ വീഡിയോയിൽ പരാമർശിക്കുന്നേ ഇല്ല എന്നുകൂടി സ്വാതി പറയുന്നുണ്ട്. എന്തായാലും ധ്രുവ് റാട്ടി എന്നുള്ള പേര് കഴിഞ്ഞ കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിൽ അത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മോദി ഒരു സ്വേച്ഛാധിപതിയാണ് എന്നതടക്കം സമർത്ഥിക്കുന്ന നിരവധി വീഡിയോകൾ ധ്രുവ് റാട്ടി നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഏറെ ആഘോഷമാക്കിയതുമാണ്. ആ സമയത്ത് BJPയുടെ ഭാഗത്ത് നിന്നും ധ്രുവ് റാട്ടിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നീക്കം ഉണ്ടാകുമെന്നൊക്കെ പലരും പ്രവചനം നടത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ധ്രുവ് റാട്ടിക്കെതിരെ നീങ്ങിയിരിക്കുന്നത് BJP അല്ല, മറിച്ച് ആം ആദ്മി പാർട്ടിയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.